എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 11, 12, 13, 14 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. ക്വാഹം തമോ മഹദഹംഘജരാഗ്നിവാർഭൂ സംവേഷ്ടിതാണ്ഡഘടസപ്തവിധസ്തികായ കേദൃഗ്വിധാ വിഗണിതാണ്ഡവരാണുചര്യാവാദാധ്വ രോമവിവരസ്യ ച തേ മഹിത്വം. തമോ മഹദഹംഘചരാഗ്നിവാർഭൂ സംവേഷ്ടിതാണ്ഡഘടസപ്തവിധസ്തികായ. ഒറ്റ വാക്കാണത്. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അണ്ഡമാകുന്ന ഘടത്തിൽ 7 വിധസ്ഥി എന്ന് പറഞ്ഞാൽ 84 വിരല് പ്രമാണമുള്ള ദേഹത്തോടു കൂടിയ അഹം ഞാൻ. ക്വാ എവിടെ? ഈദൃഗ്വിധാ വിഗണിത അണ്ഡപരാണുചര്യാവാദാത്വരോമ വിവരസ്യ. ഈ വിധമുള്ള അനേകാണ്ഡങ്ങളാകുന്ന പരമാണുക്കൾക്ക് സഞ്ചരിക്കാനുള്ള ജനവാതിലുകൾ പോലെ ഇരിക്കുന്ന രോമദ്വാരങ്ങളോടുകൂടിയ തേ നിന്തിരുവടിയുടെ മഹിത്വം, മഹിമ ക്വ എവിടെ? ഏറ്റവും തുച്ഛനായിരിക്കുന്ന ഞാൻ, അത്യന്ത മഹാനായിരിക്കുന്ന നിന്തിരുവടിയോട് ക്ഷമായാചനം കൂടി ചെയ്യാൻ അർഹനല്ല എന്ന് പറയാണ് ബ്രഹ്മാവ്. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഈ വക തത്വങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അണ്ഡമാകുന്ന ഘടത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന 84 വിരൽ നീളമുള്ള ദേഹത്തോടു കൂടിയ ഞാൻ എവിടെ? ഇങ്ങനെയുള്ള അസംഖ്യമണ്ഡങ്ങളാകുന്ന പരമാണുക്കൾക്ക് സഞ്ചരിക്കത്തക്ക രോമകൂപങ്ങളോടുകൂടിയ നിന്തിരുവടിയുടെ മഹത്വം എവിടെ? രണ്ടുപേർക്കും തമ്മിലുള്ള ഭേദം ഇത്രയെന്ന് പറയാൻ വളരെ വിഷമാണെന്നർത്ഥം. നിന്തിരുവടിയുടെ ഓരോ രോമക്കുഴികളിലും മേൽപ്പറഞ്ഞ വിധത്തിലുള്ള അസംഖ്യങ്ങളായ ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ജനവാതിലിനുള്ളിൽ കൂടി പരമാണുക്കൾ പറക്കുന്നത് പോലെ ഭഗവാന് അവിടുത്തെ രോമകൂപങ്ങളിൽ നിന്ന് ബ്രഹ്മാണ്ടങ്ങൾ ഉത്ഭവിക്കുകയും ലയിക്കുകയും ചെയ്യുന്നു. ഘടം എങ്ങനെ നശിക്കുന്നുവോ അതുപോലെ ബ്രഹ്മാണ്ടവും നശിക്കുന്നതാണെന്നും അതിനുള്ളിൽ ഇരിക്കുന്ന താനും ഘടാകാശം മഹാകാശത്തിൽ എന്ന പോലെ അങ്ങയിൽ തന്നെ ലയിക്കുന്നു എന്ന് ആണ് ബ്രഹ്മാവ് പറഞ്ഞതിന്റെ സാരം. ഉൽക്ഷേപണം ഗർഭഗതസ്യ പാദയോ കിം കൽപ്പതേ മാതുരഥോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവാസ്തി കുക്ഷേ കിയദപ്യനന്ത. സകല ഇന്ദ്രിയങ്ങളെയും ജയിക്കുമ്പോൾ യാതൊരു ജ്ഞാനം പ്രകാശിക്കുന്നുവോ അതാകുന്ന സ്വരൂപത്തോടുകൂടിയ ഹേ ഭഗവൻ, ഗർഭത്തിനുള്ളിലിരിക്കുന്ന ശിശു കാലുകൾ ഇളക്കുന്നത് മാതാവിനെ എത്ര അപരാധമായി തോന്നില്ലയോ? ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഇങ്ങനെ കയ്യും കാലും ഇട്ട് ഇളക്കുമ്പോ ഇതിങ്ങനെ ചവിട്ടുകയാണ്, ചവിട്ടണു എന്നിങ്ങനെ വളരെ മൃദുവായിട്ട് സന്തോഷമായിട്ട് പറയുള്ളൂ അല്ലെ അമ്മമാര്, അല്ലാതെ ദേഷ്യം തോന്നില്ലല്ലോ. അതുപോലെ ഞാൻ ചെയ്ത അപരാധത്തെയും അങ്ങ് അപരാധമായി ഗണിക്കാതിരിക്കണം എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ഈ ലോകത്തിലുള്ള സകലവും നിന്തിരുവടിയുടെ കുക്ഷിയുടെ അന്തർഭാഗത്തിൽ ഇരിക്കുന്നതല്ലാതെ യാതൊന്നും പുറത്തിരിക്കുന്നില്ല. ഒക്കെ അവിടുത്തെ ലോകം മുഴുവൻ അങ്ങയുടെ കുക്ഷിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അവിടുത്തെ അന്തർഭാഗത്തിൽ ഇരിക്കുന്നവനാകയാൽ അങ്ങയുടെ കുട്ടിയല്ലേ എന്ന് ചോദിക്കണു ബ്രഹ്മാവ്. അതുകൊണ്ട് ഗർഭസ്ഥനായ ബാലൻ ചെയ്യുന്ന അപരാധത്തെ മാതാവ് ഗണിക്കാത്തതുപോലെ എന്റെ അപരാധത്തെയും ഭഗവാനെ അവിടുന്ന് ഗണിക്കാതെ, അപരാധമായിട്ട് കണക്കാക്കാതെ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറയുന്നു ബ്രഹ്മാവ്. ജഗത്രയാന്തോ ദധി സംപ്ലവോദേ നാരായണസ്യോദരദാഭിനാളാൽ വിനിർഗതോജസ്ഥിതി വാങ്നവൈമൃഷ കിന്തീശ്വര ത്വന്ന വിനിർഗതോസ്മി. ലോകങ്ങൾ മൂന്നും നശിക്കുന്ന പ്രളയത്തില് സകല സമുദ്രങ്ങളും ഒന്നായി ചേർന്ന് മുഴുവനും ജലപ്രായമായിട്ട് ഭവിക്കുന്നു, മുഴുവനും
എവിടെ നോക്കിയാലും ജലം മാത്രം. ഇങ്ങനെ ഇരിക്കുന്ന ഏകാർണവ ജലത്തിൽ ആയതുകൊണ്ട് ഭഗവാനെ അവിടത്തേക്ക് ജലശായി എന്നർത്ഥമുള്ള നാരായണൻ എന്ന സംജ്ഞ എന്ന പേര് സിദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ജലത്തിൽ ശയിക്കുന്ന നാരായണനായ അങ്ങയുടെ ഉദരനാഭിയിൽ നിന്ന് പുറപ്പെട്ട താമര നാളത്തിൽ നിന്നാണ് ലോകത്തെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് ജനിച്ചത് എന്ന് ലോകത്തില് പ്രസിദ്ധമാണ്. അതൊരിക്കലും അസത്യമല്ല. അതുകൊണ്ട് ഹേ സ്വാമിൻ, ഞാൻ അങ്ങയിൽ നിന്ന് ജനിച്ചവനല്ലേ, അപ്പൊ അങ്ങയുടെ പുത്രനല്ലേ, അവിടുന്ന് അരുളി ചെയ്താലും എന്ന് പറയുന്നു ബ്രഹ്മാവ്. നാരായണസ്ത്വം നഹി സർവദേഹിനാം ആത്മാസ്യാധീശാഖില ലോകസാക്ഷി നാരായണോംഗം നരഭൂജലായനാൽ ചാപി സത്യം നതവൈവമായ. നീ കാരണജലത്തിൽ ശയിക്കുന്ന നാരായണന്റെ പുത്രനാണെങ്കിൽ ഞാൻ എന്താ വേണ്ടത് എന്ന് അവിടുന്ന് വിചാരിക്കില്ല എന്ന് എനിക്കറിയാം. അവിടുന്ന് തന്നെയല്ലേ നാരായണൻ എന്ന് പറയുന്നു. ദേഹികളുടെയും ആത്മാവായി ഭവിക്കുന്നത് ഭഗവാനെ നാരായണൻ അങ്ങ് തന്നെ. നാരം എന്ന വാക്കിന് ജീവസമൂഹം എന്നർത്ഥം. അപ്പോ അയനം എന്ന വാക്കിന് ആശ്രയം എന്നർത്ഥം. അപ്പൊ സർവ്വജീവന്മാർക്കും ആശ്രയമായിരിക്കുന്നത് അവിടുന്നാകയാൽ നാരായണൻ അവിടുന്ന് തന്നെ. നാരങ്ങൾ എന്ന വാക്കിന് 24 തത്വങ്ങള് എന്നർത്ഥം. അവയെ പ്രേരിപ്പിക്കുന്നവനാകയാൽ തത്വങ്ങളുടെ അധീശനായിരിക്കുന്ന നിന്തിരുവടി തന്നെ നാരായണൻ. പിന്നെ നാരം എന്ന വാക്കിന് ജീവസമൂഹം എന്ന വേറൊരർത്ഥം. അവയെ സാക്ഷാത്കരിക്കുന്നവൻ നിന്തിരുവടി ആയതുകൊണ്ട് നാരായണൻ നിന്തിരുവടി തന്നെ. നരൻ എന്ന വാക്കിന് പരമാത്മാവ് എന്നർത്ഥം. അവനിൽ നിന്ന് സംഭവിച്ചത് നാരം, അതായത് ജലം എന്നർത്ഥം. അതാകുന്ന മാർഗത്തോടു കൂടിയവൻ, അതായത് ജലമാകുന്ന മാർഗത്തോടു കൂടിയവൻ, ജലത്തിൽ ശയിക്കുന്നവനാകയാൽ നാരായണൻ എന്ന് പറയപ്പെടുന്നവനും അവിടുന്ന് തന്നെ ഭഗവാൻ. അങ്ങയുടെ സത്യമായ അപരിച്ഛിന്നൻ എന്ന അവസ്ഥയ്ക്ക് ഒരു തരത്തിലും ഹാനി ഭവിക്കണില്ല. അതുകൊണ്ട് സർവഥാ നിന്തിരുവടി നാരായണനാകയാൽ അങ്ങയുടെ പുത്രൻ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ അപരാധം ക്ഷമിക്കണം, ക്ഷമിക്കത്തക്കത് തന്നെയാണെന്ന്, അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണേ എന്ന് പറയുന്നു. ഞാൻ അങ്ങയുടെ കുട്ടിയല്ലേ, അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഈ അപരാധം പൊറുക്കണേ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.